മോനെ ചാർലി, ഈ ജോഗ് ചെയ്യുമ്പോഴെങ്കിലും ഒന്ന് മൊബൈൽ കളിക്കാതിരുന്നൂടെ? എൻ്റെ അളിയാ, ഞാൻ ഈ ജോഗിന് വന്ന് 2 പെണ്ണുങ്ങളെ കാണാം. ഇവിടെ ആണെ മരുന്നിന് പോലും പറഞ്ഞത്. അളിയാ, നീ ഇങ്ങനെ ചാറ്റിങ് തുറന്നാൽ നാട്ടുകാരുടെ പോകാൻ ഉടനെ പ്രതീക്ഷിക്കാം. നീ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട കേട്ടാ. നീ ഫുൾ ടൈം അവൻ്റെ ഒപ്പം നടത്തും. അടിയുടെ ഷെയർ കിട്ടാണ്ട് നോക്കിക്കോട്ടാ. അളിയാ, അടി വാങ്ങി തരുമോ? എനിക്ക് കിട്ടിയില്ലല്ലോ അളിയാ, നിനക്ക് ഉറപ്പായിട്ടും കിട്ടും. ഗഡി, ഇത്ര ഏജ് ആയില്ലേ, ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? നീ അടിച്ച് പൊളിക്കും മോനെ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ. കുടിക്കാൻ വെള്ളം വല്ലതും കൊണ്ടുവന്നുണ്ടോ? എന്നാ കുടിയളിയാ. എന്തുവാടാ ഇത്? രാവിലെ തന്നെ മിക്സ് ചെയ്തിട്ടാണോ കൊണ്ടുവന്നിരിക്കുന്നത്? രാവിലെ തന്നെ പറഞ്ഞാൽ അടിക്കളിയാ, ഒരു മൂടൊക്കെ വരട്ടെ. നീ ആ ക്യാപ്പിങ് വന്നേ. ഇവിടെ ചാർലി, 6ന്റെ വല്ല നമ്പേഴ്സ് ഉണ്ടോ നിന്റെ കയ്യിൽ? പഴയതൊക്കെ ബോറടിച്ചു തുടങ്ങി. നമ്പർ ഇല്ല അളിയാ, വേണമെങ്കിൽ 2 കിട്ടുമോ? അയക്കടാ. എന്നാ ഫോർവേഡ് ചെയ്യ്. ഇതൊന്നും ശരിയല്ല കേട്ടോ. നീ ഒന്നും ഇനി ഒരിക്കലും നന്നാവാൻ പോണില്ല. നിങ്ങൾ പോയി ഓടിയിട്ട് കേട്ടാ. അയ്യോ അളിയാ, പണി കിട്ടി. ഞാൻ അയച്ചു ഒരു കുത്ത് ഗ്രൂപ്പ് മാറി പള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോയി. അടിപൊളി. എൻ്റെ അളി അതിലാണ് നാട്ടിലെ എല്ലാവരും ഉണ്ട്. നമ്മുടെ പള്ളിയിലെ അച്ഛനടക്കമുണ്ട്. ഇന്നെന്തായാലും നിന്റെ ഇടവകയിൽ കൂട്ടുപണിയായിരിക്കും. നാളെ അച്ഛൻ കുർബാനയ്ക്ക് എത്തിയാൽ നല്ലത്. ഒന്ന് എണീറ്റ് പോയനടാ. അച്ഛനെ കാത്തോണ്ടേ. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. ഞാൻ എത്ര തവണ പറഞ്ഞാ നിന്നോട് ഇതൊക്കെ നിർത്താൻ. ഇനി നീ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കൂടാ? സീൻ കോൺട്ര ചെയ്യുന്നാ തോന്നണം. അമ്മ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഈ വരുന്ന മെയ് മാസത്തിന് മുമ്പേ നടത്തണം എന്നാ. ജാതകത്തിൽ എന്തോ സീനുണ്ട്. എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. എൻ്റെ പെങ്ങളുടെ കല്യാണമാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതുവരെ എങ്ങനെ ലൈഫ് അടിച്ചു പൊളിച്ച് പോകണം. അതിന് നിന്റെ പെങ്ങളുടെ പഠിത്തം കഴിഞ്ഞില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇപ്പൊ കല്യാണം വൈകിപ്പിക്കുന്നത്? എന്തോന്നടേ ഇത്? ലൈറ്റ് വരെ കിടത്തിട്ട് നിനക്കൊന്ന് റൂമിൽ പോകണ്ടേ? എനിക്കൊന്ന് കിടക്കണമായിരുന്നു. ഓഹോ, മനസ്സിലായി മോനെ. ഞങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം നിനക്ക് പെണ്ണുങ്ങളായി തോരൻ വെക്കാൻ അല്ലേ? ഞാൻ പോവുക. 11 മണിയാകുമ്പോൾ ഒരു തിരക്കനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏതാടാ? നീ ഒരു ഗൂർക്കാട്ടോ. നൈറ്റ് ഫുള്ള് സൊല്ലലല്ലേ, ഉറക്കം നിനക്കില്ലല്ലോ. ആളിയാ, ഇതേ ഒരു അടിപൊളി മലയാളി കൊച്ചിൻ്റെ തുണ്ട്. വീക്കെൻഡ് ഓഫറായിട്ട് ഇത് നിങ്ങൾ കൊണ്ടുപോക്കോ. ഇനിയെങ്കിലും നീയൊക്കെ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി തരുമോ? എന്നാ വേഗം അയക്കളിയ, ഒരു മൂഡ് വരട്ടെ. അളിയ ദേ അയച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കെന്തിനാണ് ഈ വീഡിയോ അയച്ചേ? ഇതിനോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളത് ഇമാതിരി വീഡിയോസ് ഒന്നും ആർക്കും ഷെയർ ചെയ്യല്ലേ. അങ്ങനെ പറയല്ലേ, ഇതൊക്കെ ഒരു രസമല്ലേ, കുറച്ച് കാണ്. എൻ്റെ അളിയ സൂപ്പറായിട്ടാണല്ലോടാ ഇവിടെ. അതേ അളിയാ, സൂപ്പറായിട്ടുണ്ടടാ. ദേ അവൻ പോകുന്നു, അവനുള്ളതായെന്നാ തോന്നുന്നത് കേട്ടോ. എടാ നിക്കടാ. എടാ ഉണ്ണി നിൽക്കടാ, നമുക്ക് ഒരുമിച്ച് പോവാം. ഹലോ, എടാ എന്തുണ്ട് വിശേഷം? ഓക്കെ എടാ, കഴിഞ്ഞ ആഴ്ച പാർട്ടി കഴിഞ്ഞ് ഉണ്ണി വീട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ ഒരു വിവരമില്ല അവനെ കുറിച്ച്. വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവനിപ്പോൾ ഓഫീസിൽ വരുന്നുണ്ടോ? ആണോ? ഓക്കെ നീ ഒന്ന് അന്വേഷിക്കുക കേട്ടോ. ഓക്കേടാ, ഓക്കെ ബൈ.
ഉണ്ണിനെ പറ്റി വല്ല വിവരമുണ്ടോ? വിവരമൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ചാർലി, എടാ ശരിത്തേ, എടാ 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 ചാർലി, എടാ 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 നമ്മുടെ ഉണ്ണിയടാ, നിങ്ങൾ അറിഞ്ഞ എടാ നമ്മുടെ ഉണ്ണിയടാ. ഇങ്ങനെ എന്താ പ്രാന്തോ, എന്തോ ഓട്ടായി ഓടുന്നത്? എടാ നോക്കടാ, ഇതെവിടെ ഇക്കട്ടെ, ഇത് ഒരെണ്ണം അടിച്ചു. എടാ, അതല്ലടാ, ഇത് നോക്കടാ. എന്തുവാടാ കാണിച്ചേ? എടാ നമ്മുടെ ഉണ്ണി. ഇവൻ എന്തിനാണ് ഇത് ചെയ്തത്? കഷ്ടമായി പോയല്ലോ. കഴിഞ്ഞ ആഴ്ച നീയൊക്കെ കൂടി ഒരു മലയാളി കൊച്ചിൻ്റെ വീഡിയോ കണ്ട് രസിച്ചില്ലേ? എന്നിട്ട് നീയൊക്കെ കൂടി അതുകൊണ്ടേക്ക് ഷെയർ ചെയ്യുകയും ചെയ്തു. എനിക്കറിയോ അത് ആരായിരുന്നു എന്ന്. അതവൻ്റെ പെങ്ങളായിരുന്നടാ, പെങ്ങള്. ഒരു പക്ഷെ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഉണ്ണിന്ന് നമ്മളെ കൂടെ ജീവനോടുണ്ടായിരുന്നേനെ. ഉണ്ണി ഉണ്ണി സോറി ഉണ്ണി, സോറി. ഞങ്ങളാണ് ഇതിനൊക്കെ കാരണം. നമ്മുടെ ഒരു പെങ്ങൾക്ക് സംഭവിച്ചപ്പോഴല്ലേ നമുക്കിതിൻ്റെ ഒരു തിരിച്ചറിവുണ്ടായത്. ഇതുപോലെ എത്രയോ കുടുംബങ്ങളാണ് ഈ നശിച്ച വീഡിയോ ഫോർവേഡിങ്സ് മൂലം ഇല്ലാണ്ടാവുന്നത്.